എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഖിൽ കൃഷ്ണൻ, എൻഡോക്രോളജിസ്റ്റ് കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന. അപ്പോൾ പ്രമേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും പ്രമേഹം എന്താണെന്നറിയാം, എങ്ങനെയാണ് അസുഖം കണ്ടുപിടിക്കുന്നതെന്നും എല്ലാവർക്കും അറിയായിരിക്കും. പ്രധാനമായിട്ട് 2 തരം പ്രമേഹമാണ് നമുക്കുള്ളത്. ഒന്ന് ടൈപ്പ് 2 ഡയബറ്റിസ്, അതാണ് കൂടുതലായിട്ടും കാണുന്നത്. വണ്ണമുള്ളവർക്കും മുതിർന്നവരിൽ കാണുന്ന പ്രമേഹം ടൈപ്പ് 2 പ്രമേഹമാണ്. പിന്നെ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹം കൂടുതലും കുട്ടികളിൽ കാണുന്ന പ്രമേഹമാണ്. അതിൽ ബോഡിക്കകത്ത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ കുറവുള്ള കണ്ടീഷനാണ് ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനും ചികിത്സ വളരെ വ്യത്യാസമാണ്. ടൈപ്പ് 1 ഡയബറ്റിസ് ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇൻസുലിൻ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ടൈപ്പ് 2 ഡയബറ്റിസ് അങ്ങനെയല്ല. ടൈപ്പ് 2 ഡയബറ്റിസ് ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ആഹാരക്രമവും വ്യായാമമൊക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റിസ് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റിസ് അങ്ങനെ പറ്റില്ല. നമുക്ക് ടൈപ്പ് 1 ഡയബറ്റിസിനകത്ത് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ തന്നെയാണ് ചികിത്സ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റിസിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. ഡയറ്റും എക്സസൈസും നോക്കാം. അതിലും ഷുഗർ കൺട്രോൾ ആകാത്തവർക്കാണെങ്കിൽ നമുക്ക് അതിനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പലർക്കും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് അത് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കിഡ്നീനെ ബാധിക്കുമോ, ബാക്കി അവയവങ്ങളെ ബാധിക്കുമോ എന്നുള്ള ഒരു സംശയങ്ങളാണ് പലപ്പോഴും രോഗികൾ നമുക്ക് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഉള്ള ഷുഗറിൻ്റെ മരുന്നുകളെന്ന് പറഞ്ഞാൽ വളരെ സേഫായിട്ടുള്ള മരുന്നുകൾ മാത്രമല്ല, പല മരുന്നുകൾക്കും കിഡ്നീനെയും ഹാർട്ടിനെയും ലിവറിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് പുതിയ മരുന്നുകളൊക്കെ നമുക്ക് പല മരുന്നുകളും കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, യൂറിനകത്തുള്ള പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കും. പല പുതിയ മരുന്നുകളും നമ്മുടെ ശരീരഭാരം വണ്ണം കൂടെ കുറയ്ക്കുന്ന മരുന്നുകളും ഉണ്ട്. അപ്പോൾ അത്തരം മരുന്നുകൾ പലപ്പോഴും നമ്മുടെ ബാക്കിയുള്ള അസുഖങ്ങൾ, ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ള പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളും കൂടി ഒന്ന് കവർ ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾക്ക് വേറെ സൈഡ് എഫക്റ്റ് ഇല്ലെന്ന് മാത്രമല്ല, ഇത്തരം ബാക്കിയുള്ള അസുഖങ്ങളെ കൂടെ കവർ ചെയ്യുന്ന മരുന്നുകളായതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകളാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പ്രമേഹത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഗുളികകളിനകത്ത് കൺട്രോൾ അല്ലാത്ത പേഷ്യൻസിനാണ് നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻസുലിനും പലർക്കും ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ ആണെന്നുള്ള പ്രശ്നം ഉണ്ടാവും. അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. ഈ പ്രമേഹത്തിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നിർത്താൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഒരുപാട് അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവർക്ക് നമുക്ക് പ്രമേഹത്തിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ണം കുറച്ച് ഒരു നിയന്ത്രിച്ച് ഒരു നല്ല വെയിറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മരുന്നുകളൊക്കെ നിർത്താൻ സാധിക്കും. അത് വളരെ കുറച്ച് പേർക്ക് പറ്റാറുള്ളൂ. കാരണം വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് വ്യായാമവും ഭക്ഷണക്രമവും നോക്കി ചില മരുന്നുകളുടെ സഹായത്തോടെ വണ്ണം കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമുക്ക് പ്രമേഹത്തിൻ്റെ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പക്ഷേ പ്രമേഹത്തിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് ഈ വണ്ണം വീണ്ടും കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ വരികയും പ്രമേഹം കൂടുകയും ചെയ്യും. വീണ്ടും മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈപ്പ് ഡയബറ്റിസിൽ നമ്മുടെ ജീവിതശൈലിയാണ്. വണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. വണ്ണം ഉള്ളവർക്ക് പ്രമേഹം വന്നാൽ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 100% പ്രമേഹം മാറാറുണ്ട്. ഈ മരുന്നിലൂടെ വണ്ണം കുറയ്ക്കാൻ പറ്റാത്തവർക്കുള്ള ചികിത്സാ മാർഗം എന്ന് പറഞ്ഞാൽ ബാരിയാട്രിക് സർജറിയാണ്. അത് ഒരുപാട് നമ്മുടെ ഒരു ശരീരഭാരം കൂടുതലുള്ളവർക്ക് അത്തരം ചികിത്സകൾ ചിലപ്പോൾ തേടേണ്ടി വരുന്നുണ്ടാവും.